സവർണ ബി.ജെ.പി അന്ധഭക്തര് ബി.ജെ.പിക്കെതിരെയും പ്രധാനമന്ത്രിക്കും അമിത്ഷാക്കും എതിരെ പച്ചത്തെറി വിളിച്ച് ബി.ജെ.പിയുടെ കൊടികൾ തന്നെ സ്വന്തം വീടുകളിൽ നിന്നും സ്വന്തം ബിൽഡിങ്ങുകളിൽ നിന്നും പറിച്ചെറിഞ്ഞ് ചവിട്ടിക്കൂട്ടുന്ന വീഡിയോയുടെ ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. हम सभी सलाहग्रामवासी शपथ लेते हैं, हम मोदी सरकार को वोट नहीं देंगे, हम सभी कसम खाते हैं। नरेंद्र मोदी जी वापस नहीं ले रहे हैं इस कानून को, तो हम लोग भाजपा को मिट्टी में मिलाकर रख देंगे। അതെങ്ങനെ ഈ സവർണ ബി.ജെ.പി അല്ലെങ്കിൽ സവർണ ഞാൻ ഇടയ്ക്ക് പറയാൻ കാരണം എന്താ പറയുക, ബി.ജെ.പി എന്ന് പറഞ്ഞ പാർട്ടി എന്ന് പറഞ്ഞാൽ പാവങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു പാർട്ടിയാണെന്ന് നിങ്ങൾക്ക് തോന്നരുത്. നമ്മുടെ നാട്ടിലെ കുറച്ച് അന്ധഭക്തർ പാവങ്ങളായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അവരെന്നും പട്ടിണിയിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. അതല്ലാണ്ട് ബി.ജെ.പി പാർട്ടിനോടുള്ള ഗുണം നമ്മുടെ നാട്ടിലെ മുതലാളിമാർക്ക് തന്നെ ആയിരിക്കും. അത് മുതലാളിമാർ മാത്രമായാൽ പോരാ, അതിൻ്റെ കൂട്ടത്തിൽ വലിയ ഉയർന്ന ജാതിക്കാരനും കൂടെ ആണെങ്കിൽ, സവർണ ഹിന്ദു ആണെങ്കിൽ ബലേബേഷ്. ബി.ജെ.പി എന്നും അവരുടെ കൂടെ തന്നെയാണ്, അവരെന്നും ബി.ജെ.പിയുടെ കൂടെ തന്നെ നിൽക്കുന്നത്. അത് ജാതിയുടെ പേരിലാലും വേണ്ടില്ല, മറ്റ് ഏത് മതത്തിൻ്റെ പേരിലാണെങ്കിലും വേണ്ടില്ല, അതിൻ്റെ ഒരു ഹൈറാർക്കി എന്ന് പറയുന്നത് അത് തന്നെയാണ്. അതുകൊണ്ടാണ് ബി.ജെ.പി ഗ്രാമങ്ങളിൽ വളരാണ്ട് ബി.ജെ.പി എപ്പോഴും പട്ടണങ്ങളിൽ മാത്രം വളരുന്നത്, അല്ലെങ്കിൽ പട്ടണങ്ങളിൽ ജീവിക്കുന്ന സവർണർക്ക് വേണ്ടിയിട്ടുള്ളൊരു പാർട്ടിയായിട്ട് മാറുന്നത്. ഇപ്പം നമ്മൾ ഈ കാണുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എവിടെയല്ല, ബി.ജെ.പിയുടെ സ്വന്തം സ്ഥലമായിട്ടുള്ള ഉത്തർപ്രദേശിൽ നിന്നുള്ള വീഡിയോയുടെ രംഗങ്ങളാണിതിൽ. ഇതിൽ വീഡിയോ കണ്ടു നോക്കിയാൽ മനസ്സിലാവും, ബി.ജെ.പി അതായത് മോദിക്ക് ഇനി വോട്ടില്ല, ബി.ജെ.പിക്ക് ഇനി വോട്ടില്ല, മോദിനെ മുർദാബാദ് വിളിച്ചിട്ടും അമിത്ഷാനെ മുർദാബാദ് വിളിച്ചിട്ടും അവരുടെ ഫോട്ടോക്ക് അല്ല അവരുടെ കോല എടുത്ത് ചെരുപ്പ് കൊണ്ട് അതിനടിച്ച് അതിൻ്റെ മുഖത്ത് അതായത് കരിയോയിൽ ഒഴിച്ച് കത്തിക്കുന്ന വീഡിയോയുടെ രംഗങ്ങളും ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. मुर्दाबाद 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 हाय 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 नरेंद्र मोदी मुर्दाबाद। हम लोग तो खून पसीने से सींचे हैं भाजपा को। अगर नरेंद्र मोदी जी वापस नहीं ले रहे हैं इस कानून को, तो हम लोग भाजपा को मिट्टी में मिलाकर रख देंगे। जिंदाबाद जिंदाबाद यूजीसी बिल वापस लो, यूजीसी बिल वापस लो, समानता जिंदाबाद, समानता जिंदाबाद, वंदे मातरम, जय श्री राम, जय श्री राम, जय श्री राम। वापस लो, वापस लो, जिंदाबाद 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 जिंदाबाद। काला कानून वापस लो, वापस लो, काला कानून वापस लो। അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതിഷേധവും രോഷവുമാണ്. ഉത്തർപ്രദേശിലെ സഹാറൻപൂറിലെ ഉൾപ്പെടുത്തിയിട്ടുള്ള പല സ്ഥലങ്ങളിലും സവർണ സമുദായത്തിൽപ്പെട്ട ബി.ജെ.പി പ്രവർത്തകർ തന്നെ സർക്കാരിനെതിരെ തെരുവിലിറങ്ങിയിരിക്കുന്നത്. പ്രധാനമന്ത്രി മോദിജിയുടെയും അമിത്ഷായുടെയും ചിത്രങ്ങൾ ചെരുപ്പടിച്ച് പ്രതിഷേധിക്കുന്ന ബി.ജെ.പിക്ക് വോട്ട് ചെയ്യില്ലെന്നുമാണ് സത്യപ്രതിജ്ഞ വരെ ഇവർ കൂട്ടത്തിൽ ചെയ്യുന്നുണ്ട്. हम सभी सलाहग्रामवासी शपथ लेते हैं, ये जो काला कानून यूजीसी बिल केंद्र सरकार लाई है, केंद्र सरकार लाई है, मोदी सरकार लाई है, जब तक ये वापस नहीं होता, हम मोदी सरकार को वोट नहीं देंगे, कसम खाते हैं, हम सभी कसम खाते हैं। मोदी सरकार ഇതിൻ്റെ യഥാർത്ഥ കാരണം UGC ക്യാമ്പസുകളിൽ ഒരു പുതിയ ഗൈഡ് ലൈൻസ് കൊണ്ടുവന്നിട്ടുണ്ട്, ആൻറ്റി ഡിസ്ക്രിമിനേഷൻ ഗൈഡ് ലൈൻസ്. അത് ഇങ്ങനെ ഗൈഡ് ലൈൻസ് വരുന്ന സമയത്ത് ഇവിടേക്ക് അല്ലെങ്കിൽ ഒരു പുതിയ കോളേജുകളിലോട്ട് നമ്മൾ ഫസ്റ്റ് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് അവിടെ ജാതിയുടെ പേരിലോ അതല്ലെങ്കിൽ മതത്തിൻ്റെ പേരിലോ ഉള്ള ഡിസ്ക്രിമിനേഷൻസ് ഒഴിവാക്കണം എന്നുള്ളൊരു കോളം വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഈ അമെൻമെൻറ്റിൽ. അപ്പം ഇങ്ങനെ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ ജാതീയ ദുരുപയോഗത്തിന് കാരണമാകും ഇത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇങ്ങനത്തെ ഒരു അമെൻമെൻറ്റ് വരുന്നത്. അപ്പം ഇതിൽ പേടിക്കുന്നത് അവിടുത്തെ സവർണരായിട്ടുള്ള ഹിന്ദുക്കളാണ് കൂടുതലും. അതായത് സവർണ ഹിന്ദുക്കൾക്ക് അവർക്ക് ആ സവർണ ആധിപത്യം അവർക്ക് വേണം. നമ്മുടെ നാട്ടിൽ വലിയൊരു സവർണ ഹിന്ദു രാജാവ്
നമുക്ക് അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനാവണമെന്നും അല്ലെങ്കിൽ പ്രജകളായി മാത്രം നമ്മുടെ നാട്ടിലെ ആൾക്കാരെ കാണുന്ന ഒരു ബ്രാഹ്മണൻ നമ്മളെപ്പോഴും സവർണൻ എന്ന് പറഞ്ഞാൽ അവരുടെ ഉള്ളിലെ ഒരു കുല ചിന്താഗതി എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. പണ്ട് കൃഷ്ണകുമാറിൻ്റെ മോള് അതായത് ഇങ്ങനത്തെ ഒരു ഡയലോഗ് പറഞ്ഞപ്പോൾ എല്ലാവരും കൂടെ അവളെ പിന്നാലെ പോയി. പിന്നെ കൃഷ്ണകുമാർ ഇങ്ങനത്തെ ഒരു ഡയലോഗ് മറ്റേ പാണന് കഞ്ഞി കുമ്പിളിൽ കൊടുത്ത് കണ്ട് രസിച്ച് എന്ന് പറഞ്ഞപ്പോഴും എല്ലാവരും കൂടെ അതിൻ്റെ പിന്നാലെ പോയി. അതിൻ്റെ മൂർധന്യാവസ്ഥയിലാണ് ഈ ഉത്തരേന്ത്യയിലുള്ള ആളുകൾ. നമ്മൾ വിചാരിച്ച പോലെയല്ല. എന്തുകൊണ്ടാണ് അവിടെ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും അല്ലെങ്കിൽ ദളിതരായിട്ടുള്ള ഹിന്ദുക്കളെയും ബാക്കി ദളിത് വിഭാഗത്തിൽപ്പെട്ട എല്ലാ ജാതിക്കാരിമാർ അടിച്ചു കൊന്നുകൊണ്ടിരിക്കുന്നത്? അവർക്ക് ഈ നാട്ടിൽ അതൊന്നും വേണ്ട. അവർക്ക് ഉയർന്ന ചിന്താഗതി അല്ലെങ്കിൽ ഉയർന്ന ജാതീയതയുള്ള മുഞ്ചിയ ജീവിതം ജീവിക്കുന്ന ഈ അന്ധഭക്തർ ഇങ്ങനെയുള്ള ആളുകൾ ഇന്നും അടിച്ചുകൊണ്ടേയിരിക്കും. അപ്പം ഇത്തരത്തിലുള്ള ഒരു ആൻറ്റി ഡിസ്ക്രിമിനേഷൻ ഒരു പോളിസി ഇങ്ങനത്തെ കോളേജുകളിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ആ ഒരു ആധിപത്യം ഞങ്ങൾ വലിയ കുലത്തുപെട്ട കൊല മുളച്ചവന്മാരാണെന്നുള്ള തോന്നൽ പോകുമല്ലോ എന്ന് പേടിച്ചിട്ടാണ് അവർ ഇതിനെതിരെ സംസാരിക്കുന്നത്. അതായത് നമ്മൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കാണിച്ചു കഴിഞ്ഞാൽ BJPയുടെ ഉറച്ച വോട്ടർമാരായിട്ടുള്ള സവർണ വിഭാഗത്തിൽ പെട്ട ആൾക്കാർ, പാർട്ടിക്കാരാണ് ഏറ്റവും കൂടുതൽ BJPക്ക് ഇക്കാര്യത്തിൽ ഇപ്പം തലവേദനയായിട്ടുള്ളത്. ഇതിനെ മറികടക്കാൻ സർക്കാർ ഒന്നുകിൽ ഈ നിയമം എന്ത് ചെയ്യേണ്ടി വരും, ഏതെങ്കിലും ഒരു കമ്മിറ്റിക്ക് വിടേണ്ടി വരും. അതല്ലെങ്കിൽ അതുവഴി ഒരു കോടതി വഴി സ്റ്റേയിലോട്ട് എത്തിക്കാനുള്ള സാധ്യത ഉണ്ട്. അല്ലെങ്കിൽ ഇത് മുന്നോട്ട് പോകില്ല എന്ന് മാത്രമല്ല, ഇത് ഡൽഹിയിലും മറ്റ് BJP ഭരിക്കുന്ന പല സ്ഥലങ്ങളിലും വമ്പൻ മാർച്ചുകളായിട്ട് തന്നെ ആൾക്കാർ ഇതിൻ്റെ എതിരെ പുറത്തോട്ട് വന്നിട്ടുണ്ട്. സത്യത്തിൽ പറഞ്ഞാൽ ഈ ഹിന്ദു ഐക്യത്തിന് വേണ്ടിയിട്ട് മുറവിളി കൂട്ടി അല്ലെങ്കിൽ ഹിന്ദു ഐക്യത്തിന് വേണ്ടിയിട്ട് സംസാരിച്ച് കൊണ്ട് അല്ലെങ്കിൽ അത് തന്നെ മുന്നോട്ട് പിടിച്ച ആൾക്കാർ അതിനേക്കാൾ കൂടുതൽ അവരുടെ ജാതിയുടെ ഒരുമിക്കലിനാണ് അവരുടെ താല്പര്യം. നിങ്ങൾ ഹിന്ദുക്കളെ ഈ താഴ്ന്ന ജാതിപ്പെട്ട ഹിന്ദുക്കളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ കണ്ടോളണ്ടി. BJP വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തോ കിട്ടും, അല്ലെങ്കിൽ ഹിന്ദു മതം ഹിന്ദുവിനെ ഒന്നിക്കും, ഹിന്ദു ഉണർത്തും എന്നുള്ളതൊക്കെ വെറുതെയാണ്. ആദ്യം ഇവർ ഈ പറഞ്ഞ മുസ്ലിങ്ങിനെയും ദളിതരെയും ക്രിസ്ത്യാനിനെയൊക്കെ ഇവിടെ തള്ളി പറഞ്ഞു. പിന്നെ അവർ ഏറ്റവും പണ്ടത്തെ നമ്മുടെ പഴയ കാലത്തോട്ട് അങ്ങോട്ട് പോകും. ഈ പറഞ്ഞ ജാതിയിൽ താന്നവന്മാരെ വീണ്ടും അടിമകളാക്കി ഈ പറഞ്ഞ പോലെ തന്നെ 10 അടിയും 16 അടിയും 26 അടിയും മാറ്റി നടത്തിക്കുന്ന ഈ പറഞ്ഞ വൃത്തികെട്ട അയിത്തത്തിലോട്ടൊക്കെ തന്നെ ഈ പാർട്ടി അല്ലെങ്കിൽ ഈ ഒരു സമ്പ്രദായം കൊണ്ടുപോകുന്നുള്ളതിന് ഏറ്റവും ചെറിയ ഒരു ഉദാഹരണമാണ്. ചെറുതായിട്ടൊന്ന് ക്യാമ്പസുകളിൽ ഇത്തരത്തിലുള്ളൊരു നിയമം കൊണ്ടുവന്നപ്പോഴേക്കും ഇവർക്ക് ഇത്ര ഇളകിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇവർ കംപ്ലീറ്റ്ലി ഈ ഭരണത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവർ ഏതൊക്കെ രീതിയിൽ അടിച്ചമർത്തും ഈ കടയിലുള്ള ആൾക്കാരെ എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ച് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. ആ പണ്ടത്തെ അവസ്ഥയിലോട്ട് പണ്ടത്തെ രാജാവ് അല്ലെങ്കിൽ ബ്രാഹ്മണനും ക്ഷത്രിയനും ശൂദ്രനും അതിൻ്റെ താഴത്തേക്കുള്ള ചെറുമനുമായിട്ട് അങ്ങോട്ട് മാറ്റി നിർത്തും എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഈ വിവേചനത്തിൻ്റെ വ്യാപ്തി എന്ന് നിങ്ങൾ എത്രത്തോളം ചിന്തിക്കണം ഈ ഒരു കാര്യത്തിൽ. അതായത് ഇത് ജാതിക്ക് വേണ്ടി മാത്രമുള്ള ഒരു നിയമമല്ല. ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നമുക്ക് കഴിഞ്ഞ ദിവസം ഓർമ്മയുണ്ടോ, ചൈനീസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇന്ത്യക്കാരനെ ഒരു പയ്യനെ കൊന്ന ഒരു ഇതേ കൂട്ടർ തന്നെ അന്നും കൊന്നിരുന്നത്. അപ്പം ഇത്തരത്തിലുള്ള വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്ന് ഒരുപാട് പേര് ഇങ്ങോട്ട് വരുന്നുണ്ട് പഠിക്കാനൊക്കെ. പല സ്ഥലങ്ങളിലോട്ടും ഡൽഹിയിലോട്ടും മറ്റ് സ്ഥലങ്ങളിലോട്ടും വരുന്നുണ്ട്. അവരെ വംശീയമായി അധിക്ഷേപിക്കുക, അതുപോലെ തന്നെ മുസ്ലിം ക്രിസ്ത്യൻ വിവേചനം ഉണ്ടാക്കുക, സ്ത്രീകളോടും ട്രാൻസ്ജെൻഡർ വുമൻസിനോടും ഒക്കെ ഉണ്ടാക്കുന്ന മോശം പെരുമാറ്റം, ഇത്തരം പിന്നെ വൈകല്യമുള്ളവരെ പരിഹസിക്കുക. ഇതൊക്കെ ഉത്തരേന്ത്യയിൽ സ്ഥിരം കാണുന്ന പരിപാടികളോട്ടെ, ഇത്തരം കൂട്ടരെ പരിഹസിക്കുക എന്നുള്ളത്. അപ്പം അത്തരത്തിലുള്ള പരിഹസങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ നിയമം കൊണ്ടുവന്നത്. നല്ലൊരു നിയമം ഇത് BJP കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇത് വളരെ അടിപൊളിയായിട്ടുള്ള നിയമമാണ്. നമ്മൾ കേരളത്തിൽ നമുക്ക് ജാതിയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലോട് അത്ര പ്രശ്നം നമുക്കില്ല. കേരളം വിട്ടാൽ അതിപ്പോൾ തമിഴ്നാടാണെങ്കിലും വേണ്ടില്ല, കർണാടകയിലും വേണ്ടില്ല. കർണാടക പിന്നെയൊക്കെ, തമിഴ്നാട്ടിലൊക്കെ ജാതി എന്നുള്ള ഒരു സ്പിരിറ്റ് ഭയങ്കരമാണ്. ആന്ധ്ര തമിഴ്നാട്ടിലും അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ഞാൻ ഈ പറഞ്ഞത് കംപ്ലീറ്റ് അതാ. അപ്പോൾ നമ്മൾ കേരളത്തിലുള്ളവർക്ക് എത്രത്തോളം പറഞ്ഞാൽ മനസ്സിലാവും. പക്ഷേ അവിടെ കുറച്ച് കാലം ജീവിച്ച് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവും. അപ്പോൾ ഞാനൊക്കെ ഡൽഹിയിലുള്ള സമയത്ത് നമുക്ക് അവിടുത്തെ ആൾക്കാർ അവർ പേര് ചോദിച്ച് അവർ പേര് കഴിഞ്ഞാൽ നിങ്ങളുടെ പേരിൻ്റെ സെക്കൻഡ് നെയിമിൽ അവർ നോക്കും ഏതാണ് നിങ്ങളുടെ പേര്, നിങ്ങൾ യാദവനാണോ അല്ലെങ്കിൽ നിങ്ങൾ ശർമ്മയാണോ നിങ്ങൾ വർമ്മയാണോ ഒക്കെ അവർ നോക്കും. അത്ര കൂടുതൽ ജാതിയിൽ സ്ട്രിക്റ്റ് ആയിട്ട് ചിന്തിക്കുന്ന ആളുകളാണ് അവർ എല്ലാ കാര്യത്തിലും. മതം ഒന്ന്, പിന്നെ അവർ മതത്തിൻ്റെ അണ്ടറിലെ അവരെ ക്ലാസിഫിക്കേഷൻസിലോട്ട് ജാതി കയറി വരും എന്നുള്ളതാണ് സത്യം. ഈ നിയമത്തിൽ മറ്റ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, ഇത്തരത്തിൽ വിവേചന പരാതികൾ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഓരോ സ്ഥാപനങ്ങളിലും ഇത്തരത്തിലുള്ള മെഡിക്കൽ കോളേജിലും എഞ്ചിനീയറിംഗ് കോളേജുകളിലും മറ്റ് കോളേജുകളിലും ഒരു സമിതി രൂപീകരിക്കും. അതിൽ സർവകലാശാല വൈസ് ചാൻസലറും പ്രൊഫസർമാരും വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നുള്ള പ്രതിനിധികളും ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. ഇതിൽ തന്നെ OBC, SC, ST, സ്ത്രീകൾ എന്നിവരുടെ പങ്കാളിത്തം ഉറപ്പാക്കിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു സമിതിയിൽ ഇത്തരത്തിലുള്ള ആൾക്കാരുടെ പങ്കാളിത്തം ഉറപ്പാക്കിയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ വിവേചനം നേരിടുന്നവർക്ക് കോളേജുകളിലും മറ്റ് സ്ഥലങ്ങളിലും സുരക്ഷിതത്വം വരുത്തുക എന്നുള്ളതായിരുന്നു നിയമത്തിൻ്റെ. പക്ഷേ ആ നിയമം കൊണ്ടുവന്ന അതേ പാർട്ടിയുടെ തന്നെ ആ നിയമത്തിനെ അല്ലെങ്കിൽ ആ പാർട്ടിനെ അനുകൂലിക്കുന്ന സവർണർ തന്നെയാണ് ഇപ്പോൾ അതിനെതിരെ ഏറ്റവും കൂടുതൽ. ഭയങ്കര പ്രശ്നമാണ്. നമ്മൾ കേരളത്തിലോട്ട് നമുക്ക് കാണാനായിട്ട് ഉത്തരേന്ത്യയിൽ ഇത് ഭയങ്കര ഇഷ്യൂ ആണ്. UGCയുടെ ഈ സംഭവം പറഞ്ഞിട്ട് എന്നും അവിടെ മാർച്ചുകളും അടികളും പിടികളും മോദിനെയും അമിത്ഷാനെയും ഒക്കെ കുനിച്ചു നിർത്തുന്ന, അതായത്
അതിൻ്റെ സ്റ്റാച്യൂകൾ കേട്ടോ കുനിച്ച് നിർത്തി അടിക്കുന്ന വീഡിയോസാണ് കഴിഞ്ഞ 2 ദിവസമായിട്ട് പുറത്തോട്ട് വരുന്നത്. നമ്മളെ മലയാള മാധ്യമങ്ങളൊന്നും ഒരുപാടൊന്നും ഇത് ഔട്ട് ചെയ്തിട്ടൊന്നുമില്ല, കാരണം നമുക്ക് ബാധിക്കാത്ത ഒരു കാര്യമാണ് എന്നുള്ളത് കൊണ്ടാണ് അത് വല്ലാണ്ട് പുറത്തോട്ട് വരാത്തത്.